To watch this video in English, please visit the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും എൻ്റെ ചാനലായ ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് എവല്യൂഷൻ എന്ന ചാപ്റ്ററാണ്. തിയറീസ് ഓഫ് എവല്യൂഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ എവല്യൂഷൻ്റെ എല്ലാ എവിഡൻസസിനെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡാർവിൻ്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. രണ്ടാമതായി നമ്മൾ പഠിക്കുന്ന തിയറി ഓഫ് എവല്യൂഷൻ ആണ് ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ 1858. നമ്മൾ ഡാർവിൻ എന്ന് പറയുമെങ്കിലും ഇത് രണ്ടുപേരുടെ എഫേർട്ടായിരുന്നു. ചാൾസ് റോബർട്ട് ഡാർവിൻ ആൻഡ് ആൽഫ്രഡ് റസൽ വാലസ്. ഈ രണ്ട് സയൻറ്റിസ്റ്റിനെ കമ്പൈൻഡ് എഫേർട്ടായിരുന്നു. അത് അന്നത്തെ എവല്യൂഷണറി ബയോളജിസ്റ്റ് ഒക്കെ ഡാർവിൻ വാലാസ് തിയറി എന്നാണ് ഇതിനെ പറയുന്നത്, നാച്ചുറൽ സെലക്ഷൻ തിയറി. കാരണം ഞാൻ ഇതിന് മുമ്പും ഉള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡാർവിൻ HMS ബീഗിൾ എന്നൊരു ഷിപ്പിൽ ഗാലപ്പാഗോസ് ഐലൻഡ് എല്ലാം ചുറ്റിത്തിരിഞ്ഞ് 5 വർഷത്തെ ഒബ്സർവേഷനൊക്കെ ശേഷം തിരിച്ച് ഇംഗ്ലണ്ടിലെത്തി. ആ സമയത്ത് വേറൊരു സയൻറ്റിസ്റ്റ്, ഇംഗ്ലണ്ടിൽ തന്നെയുള്ള സയൻറ്റിസ്റ്റ് ആയിരുന്നു ആൽഫ്രഡ് റസൽ വാലസ്. അദ്ദേഹവും ഇതുപോലെ എക്സ്പെഡീഷൻസ് നടത്തുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്ങും ഏറെക്കുറെ ഡാർവിൻ്റെ ഇതിന് സമമായിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ കോൺടാക്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആൽഫ്രഡ് വാലസ് ഇങ്ങനെ പല ഐലൻഡിലൊക്കെ യാത്രയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് മലേറിയ പിടിപെട്ടു. അങ്ങനെ ആ മലേറിയ പിടിച്ച് കിടന്നപ്പോഴേക്കും അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഇൻസൈറ്റ് ഉണ്ടായി, ഒരു പെട്ടെന്നൊരു ചിന്ത വന്നു. അതായത് എല്ലാ ഓർഗാനിസത്തിനെയും നേച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് രണ്ട് ഓർഗാനിസം തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലതിനെ നേച്ചർ സെലക്ട് ചെയ്ത് വരുന്നു. അതിനെ നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പം ആൽഫ്രഡ് വാലാസിനെ അറിയാം ഇങ്ങനെ ചാൾസ് ഡാർവിനും ഇതിനെക്കുറിച്ച് എക്സ്പെരിമെൻ്റ് നടത്തുകയാണെന്ന്. അദ്ദേഹവും ആ സമയത്ത് കുറേ ബ്രീഡിങ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം വാലാസ് ഒരു ലെറ്റർ എഴുതി ഡാർവിന്, എൻ്റെ ഒരു ഫൈൻഡിങ് ഇതാണ്, നാച്ചുറൽ സെലക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട്. ഇത് കിട്ടിയ ഡാർവിന് ഭയങ്കര സന്തോഷമായി. കാരണം ഡാർവിൻ ഈ എക്സ്പെഡീഷനൊക്കെ നടത്തി വന്നെങ്കിലും അദ്ദേഹത്തിന് ഒട്ടും ഉറപ്പില്ലായിരുന്നു എൻ്റെ തിയറി ശരിയായിരിക്കുമോ, ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ. അപ്പോഴാണ് ആൽഫ്രഡ് വാലാസിൻ്റെ ലെറ്റർ വരുന്നത്. അപ്പം വേറൊരാളും ഇത് തന്നെ ഒബ്സർവ് ചെയ്തു, ഇതേ കൺക്ലൂഷനിലെത്തി എന്ന് പറയുമ്പോൾ എന്താണ്, ശരിയെന്നല്ലേ? ഇപ്പം നമ്മളൊരു കാര്യം ഡൗട്ട്ഫുൾ ആയിരിക്കുമ്പോൾ മറ്റൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, അത് ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കോൺഫിഡൻസ് ആവും അല്ലേ? അങ്ങനെ ഡാർവിന് ആ ഒരു ധൈര്യം കിട്ടി. അങ്ങനെ ആൽഫ്രഡ് വാലാസിൻ്റെയും ഡാർവിൻ്റെയും പേരിലാണ് 1858 ആദ്യം ഈ തിയറി ഒരു പേപ്പറായിട്ട് അവർ പബ്ലിഷ് ചെയ്തത്. പിന്നീട് ഡാർവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബുക്കായ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അത് 1859 അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഈ രണ്ട് സയന്റിസ്റ്റും മറ്റൊരു സയന്റിസ്റ്റിന്റെ ഇൻഫ്ലുവൻസിലാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ പേര് മാൽത്തൂസ് എന്നായിരുന്നു. അദ്ദേഹം പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന തിയറിയാണ് പുറത്തുവിട്ടത്. അദ്ദേഹം ഒരു ഇക്കണോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ തിയറി അനുസരിച്ച് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ, അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ റേറ്റ് ആയിട്ട് പോകും. അതായത് x നമുക്കറിയാം എത്ര ചെറിയ നമ്പർ ആണെങ്കിലും എക്സ്പോണൻഷ്യൽ റേറ്റ് ആകുമ്പോൾ അതൊരു വലിയ ഒരു റേറ്റിലോട്ട് എത്തിച്ചേരും അല്ലെ? ഇങ്ങനെ അതാണ് പോപ്പുലേഷൻ പോകുന്നത്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ. അതേസമയം പ്രൊഡക്ഷനോ അരിതമെറ്റിക് റേറ്റ് x+x+x+x+, സോ സ്ലോ റേറ്റിൽ. അപ്പോൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്ഷനും ഡിമാൻഡും തമ്മിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് വരുന്നുണ്ട്. അത് ഫില്ല് ചെയ്യണമെങ്കിൽ എന്ത് പറ്റും? കോമ്പറ്റീഷൻ വരും അല്ലേ? ആ കോമ്പറ്റീഷനിൽ ആര് ജയിക്കും? നേച്ചർ സെലക്ട് ചെയ്യുന്ന ആൾ ജയിക്കും. സോ അപ്പോൾ ഇതിൽ നിന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഐഡിയ ലഭിച്ചത്. ഇനി നമുക്ക് ഡാർവിൻ്റെ പോസ്റ്റുലേറ്റ്സ് നോക്കാം. ഈ നാച്ചുറൽ സെലക്ഷൻ തിയറിയുടെ മെയിൻ പോയിന്റ്സ്. ആദ്യം പറഞ്ഞത് ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഓവറായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റീപ്രൊഡക്ഷൻ. ഇപ്പം നമുക്കറിയാം യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് നല്ലപോലെ ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു എൻവയൺമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, റിസോഴ്സസ് കൊടുക്കുകയാണെങ്കിൽ അവർ മൾട്ടിപ്ലൈ ചെയ്ത് ബിക്കോസ് ബൈനറി ഫിഷനൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു സെല്ല് 2 ആവും, 2 4 ആവും, 4 8 ആവും. അപ്പോൾ കുറച്ച് സമയത്തിൽ തന്നെ ലാർജ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവും. അപ്പോൾ ചെറിയ ഓർഗാനിസം അല്ലെങ്കിൽ ഷോർട്ട് ലൈഫ് സ്പാൻ ആകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ലോങ്ങർ ലൈഫ് സ്പാനുള്ള എലഫൻറ്റ് പോലുള്ള ആനിമൽസിലാണെങ്കിൽ കൂടിയും എല്ലാ എലഫൻസും മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ അവരുടെ നമ്പറും വളരെ ഹ്യൂജായിട്ട് മാറും. പക്ഷെ അത് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ലിമിറ്റഡ് റിസോഴ്സസ്. ഈ അൺലിമിറ്റഡ് റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, അതൊരു അൺറിയൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഇല്ല. ഈ നേച്ചറിലുള്ള റിസോഴ്സസ് ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ. ആ ഉള്ള റിസോഴ്സിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ഉണ്ടാകും അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. ഇപ്പം നിങ്ങളൊക്കെ തന്നെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളല്ലേ? അപ്പം നിങ്ങൾക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഓരോ വർഷവും കട്ട് ഓഫ് കൂടി പോകുന്നു. അതെന്തുകൊണ്ടാണ്? എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണ് അല്ലേ? അതേസമയം സീറ്റ്സ് വളരെ കുറവാണ്.
ഇപ്പോൾ ആവശ്യത്തിന് സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടാവുമായിരുന്നോ? ഇല്ല. അപ്പോൾ സീറ്റ്സിൻ്റെ എണ്ണം കുറവും നിങ്ങളുടെ എണ്ണം കൂടുതലാകുമ്പോൾ ലിമിറ്റഡ് റിസോഴ്സ് ആയതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? കോമ്പറ്റീഷൻ കൂടുന്നത്. ഈ കോമ്പറ്റീഷൻ ആനിമൽസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? സീറ്റിന് വേണ്ടിയിട്ടാണോ? അല്ല. എന്തിനാ? ബേസിക് ഫുഡ്, ഷെൽട്ടർ, ആ ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് അല്ലേ? പിന്നെ ഈ കോമ്പറ്റീഷൻ 3 തരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇൻട്രാ സ്പെസിഫിക്, ഇന്റർ സ്പെസിഫിക്, എൻവയൺമെൻറ്റ്. ഇപ്പോൾ ഒരു തവളയെ കണ്ടു, 2 പാമ്പുണ്ട്, 2 പേരും കൂടെ തവളയെ പിടിക്കാൻ പോയാൽ അതാണ് ഇൻട്രാ സ്പെസിഫിക്. 2 ഒരു സ്പീഷീസാണ്, വിത്തിൻ ദ സ്പീഷീസ് കോമ്പറ്റീഷൻ. ഇനി ഇന്റർ സ്പെസിഫിക്കോ? ഒരു ടൈഗർ ഒരു ഡിയറിനെ പിടിക്കാൻ ഓടുന്നു. അപ്പം ആ ടൈഗറാണ് എന്ത്? ടൈഗർ ഒരു സ്പീഷീസ്, ഡിയർ വേറൊരു സ്പീഷീസ്. അപ്പോൾ ഒരു ഇന്റർ സ്പെസിഫിക് ആണ്. അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ കോമ്പറ്റീഷൻസും ഉണ്ടാവാം. ഇനിയുള്ളത് വേരിയേഷൻ. ഇനി നിങ്ങൾ തന്നെ ഈ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളിൽ കുറച്ച് പേര് സക്സസ്ഫുൾ ആവും. എങ്ങനെയാണ്? നിങ്ങളുടെ ഹാബിറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യും. കുറേ വേരിയേഷൻസ് നിങ്ങളുടെ റുട്ടീനിൽ വരും അല്ലേ? നിങ്ങൾ പഠിക്കുന്ന സമയം കൂട്ടും, നിങ്ങൾ ഉറങ്ങുന്ന സമയം കുറയ്ക്കും, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ടൈം കൂടും, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള ടൈം വളരെ കുറയ്ക്കും. അഥവാ ചെയ്യുന്നെങ്കിൽ തന്നെ അത് ഉപയോഗിക്കുന്നത് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടായിരിക്കും. അങ്ങനെയുള്ളവർ മാത്രമേ സക്സസ്ഫുൾ ആവുന്നുള്ളൂ. അതല്ല നിങ്ങൾ എല്ലാ ലക്ഷറീസും എൻജോയ് ചെയ്ത് കുറച്ച് സമയം മാത്രമേ പഠിത്തത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് അത്ര നല്ലൊരു റാങ്ക് ലഭിക്കില്ല അല്ലേ? അപ്പോൾ അതെന്താണ്? വേരിയേഷൻസ്. നിങ്ങളിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഓർ നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന കുട്ടികൾ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ എന്തായിട്ട് മാറും? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അവരാണ് ഏറ്റവും മിടുക്കര്. അവർ അവസാനം റാങ്ക് ലിസ്റ്റിലെത്തില്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നല്ല ഫിറ്റ് എന്ന് പറയുമ്പോൾ എവല്യൂഷൻ ടേംസിൽ എന്താണ്? റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. അപ്പോൾ നല്ലപോലെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഓർഗാനിസത്തിനെല്ലാം എൻവയൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദേ സർവൈവ്. അല്ലാത്തത് എന്ത് ചെയ്യും? മരിച്ചു പോകും അല്ലേ? അപ്പോൾ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന വേർഡ് ഉപയോഗിച്ചത് ഹെർബർട്ട് സ്പെൻസറും നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള വേർഡാണ് ആര് ഉപയോഗിച്ചത്? നമ്മുടെ ഡാർവിൻ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് ഇൻഹെറിറ്റൻസ് ഓഫ് യൂസ്ഫുൾ വേരിയേഷൻ. ഈ വേരിയേഷൻ യൂസ്ഫുൾ ആണെങ്കിൽ അത് അടുത്ത ജനറേഷനിലോട്ട് പാസ് ഓൺ ചെയ്യും. അത് കഴിയുമ്പോൾ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഇങ്ങനെ കുറേ ജനറേഷനിൽ ഈ വേരിയേഷൻസ് പാസ് ഓൺ ചെയ്ത് വരുമ്പോഴേക്കും ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കുറച്ച് വേരിയേഷൻ, സെക്കൻഡ് കുറച്ചുകൂടെ വേരിയേഷൻ, തേർഡ് കുറച്ചുകൂടെ വേരിയേഷൻ, ഫോർത്ത്, അങ്ങനെ കുറേ ജനറേഷൻ കഴിയുമ്പോൾ ആദ്യത്തെ ജനറേഷനുമായിട്ട് വളരെ ഗ്യാപ്പായിട്ട് വരും അല്ലേ? അപ്പോൾ ഇത് എൻറ്റയർലി വേറൊരു ന്യൂ സ്പീഷീസ് ആയിട്ട് മാറും. അതിനെയാണ് പറയുന്നത് എന്ത്? ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഡാർവിൻ തൻ്റെ പോസ്റ്റുലേറ്റ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ആളുകൾ ഡാർവിൻ്റെ തിയറിയെക്കുറിച്ച് നന്നായി പഠിക്കുകയും അവരെല്ലാം തന്നെ ഡാർവിൻ്റെ തിയറീസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 40 വർഷത്തോളം ഡാർവിനെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അതിനെ ഫേവറബിൾ ആയിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ തെളിവുകൾ അവർ നിരത്താൻ തുടങ്ങി. അതിനെ പറയുന്ന പേരാണ് റൊമാൻറ്റിക് പീരീഡ്. എല്ലാം നമ്മൾ നല്ലത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തേത് ആർട്ടിഫിഷ്യൽ സിലക്ഷൻ. അതായത് നമുക്കറിയാം, കാലാകാലങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർഷകർ പുതിയ പുതിയ പ്ലാന്റ് വെറൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ക്രോസ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സിലക്ഷൻ നടത്തിയിരുന്നു. ഓരോ ജനറേഷനിലും നല്ല ക്വാളിറ്റി ഉള്ളതിനെ മാത്രം തിരഞ്ഞെടുത്ത് അതിനെ ബ്രീഡ് ചെയ്ത് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ സിലക്ഷൻ അല്ലേ? അതിപ്പോൾ നമ്മൾ ആനിമൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം പുതിയ ബ്രീഡ് പട്ടിക്കുട്ടികളെയൊക്കെ ഉണ്ടാക്കാനായിട്ടും നമ്മളത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കാറ്റിലായാലും ഏത് ആനിമലിൻ്റെ കാര്യത്തിലായാലും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ആർഗ്യുമെൻ്റ് ഇതാണ്. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറുള്ള ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ബ്രീഡ് ചെയ്ത് വരാമെങ്കിൽ ഈ നേച്ചറിന് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് അൺലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടല്ലോ. ഇത് സാധ്യമല്ലേ? തീർച്ചയായിട്ടും സാധ്യമാണ് അല്ലേ? അതാണ് സപ്പോർട്ട് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. പിന്നെ മിമിക്രി ഓഫ് പ്രൊട്ടക്റ്റീവ് കളറേഷൻ. നമുക്കറിയാം, ചില ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സിനൊക്കെ അവരുടെ സറൗണ്ടിങ്ങിനനുസരിച്ചുള്ള കളറ് മാറാൻ പറ്റും. ക്യാമഫ്ലേജ് എന്ന് പറയും അല്ലേ? ഓന്ത് അല്ലെങ്കിൽ സ്റ്റിക്കി ഇൻസെക്റ്റ്, അവരൊക്കെ അതിരിക്കുന്ന ആ ഒരു സർഫസിനുമായിട്ട് മിമിക്രി എന്ന് വെച്ചാൽ എന്താ? ഇമിറ്റേറ്റ് ചെയ്യുക. അതുപോലെ ഇരിക്കുന്നത് കൊണ്ട് പ്രിഡേറ്റർക്ക് പെട്ടെന്ന് അവരെ സ്പോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവർ രക്ഷപ്പെടും. അപ്പോൾ ആരായിരിക്കും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ആ കളർ മാറാൻ അവരെ സഹായിച്ചത്? നേച്ചർ സെലക്ട് ചെയ്ത വേരിയേഷൻസ് ആയിരിക്കില്ലേ? അതും നാച്ചുറൽ സെലക്ഷന് എക്സാമ്പിളാണ്. പിന്നെ പൊസിഷൻ ഓഫ് നെക്ടറീസ് ഇൻ ഫ്ലവേഴ്സ്. അതായത് ചില ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ട്യൂബ് ലൈക്ക് കൊറോളയാണ് അല്ലേ? അപ്പോൾ അവരുടെ ആ തേനിരിക്കുന്ന എപ്പോഴും അങ്ങ് ബേസിലല്ലേ? അപ്പം ഒരു ഇൻസെക്റ്റ് തേൻ കുടിക്കാൻ വരുമ്പോൾ ആ ഇൻസെക്റ്റിൻ്റെ തേൻ കുടിക്കാനുള്ള ആ ട്യൂബ് ലൈക്ക് മൗത്ത് പാർട്ടിനെ നമ്മൾ പറയുന്നത് പ്രൊബോസിസ് എന്നാണ്. ആ പ്രൊബോസിസ് വളരെ ഷോർട്ടാണെങ്കിൽ അതിനെ എത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു ഫ്ലവറിനെ പോളിനേറ്റ് ചെയ്യുന്ന ഇൻസെക്റ്റിൻ്റെ പ്രൊബോസിസിൻ്റെ നീളവും അതിൻ്റെ തേൻ വെച്ചിരിക്കുന്ന പൊസിഷനും തമ്മിലുള്ള ആ ദൂരം എപ്പോഴും പാരലൽ ആയിരിക്കും. അപ്പം അത് എന്തിൻ്റെ സെലക്ഷൻ ആയിരിക്കും? നേച്ചർ സെലക്ഷൻ അല്ലേ?
പിന്നെ ഇൻഡസ്ട്രിയൽ മെലാനിസം ഇൻ ഇംഗ്ലണ്ട്. ഇത് നമ്മുടെ നാച്ചുറൽ സെലക്ഷന് വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നിങ്ങളിപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നു ഇംഗ്ലണ്ടിൽ അല്ലേ, 1850 മുതൽ 1920 വരെയുള്ള കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഈ 1850 അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നതിന് മുൻപ് അവിടെ എന്തായിരുന്നു, 2 തരത്തിലുള്ള മോത്തുണ്ടായിരുന്നു. മോത്തെന്ന് വെച്ചാൽ എന്താ, നിശാശലഭങ്ങൾ. ഈ മോത്ത് 2 തരത്തിലുള്ളത്, ഒന്ന് വൈറ്റും ഒന്ന് ഡാർക്കുമാണ്. ഈ ഡാർക്കിനെ നമ്മൾ മെലനൈസ്ഡ് എന്ന് പറയും, കൂടുതൽ പിഗ്മെൻ്റ് ഉള്ളത് അല്ലേ. ആ സമയത്ത് പഠനം നടത്തിയപ്പോൾ കൂടുതലായിട്ടും ആരായിരുന്നു ഉണ്ടായിരുന്നത്, വൈറ്റ് കളേർഡ് മോത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിനുണ്ടായിരുന്ന കാരണം എന്തെന്നറിയോ, അതായത് അന്ന് ഈ ട്രീയുടെ ഈ മരത്തിൻ്റെ തടിയിലെല്ലാം വൈറ്റ് കളറ് ലൈക്കൻ പൊതിഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആ വൈറ്റ് ട്രീ ട്രങ്കിനകത്ത് വൈറ്റ് മോത്തും ഡാർക്ക് മോത്തും ഇരിക്കുന്നു. അപ്പോൾ ഒരു പ്രിഡേറ്റർ വരുമ്പോൾ ആരെയായിരിക്കും ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റുക, ഡാർക്കിനെ അല്ലേ. കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡാർക്ക് കളറുള്ള എല്ലാത്തിനെയും ഈ പ്രിഡേറ്റർ അല്ലെങ്കിൽ ബേർഡ്സ് പിടിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ വൈറ്റ് എല്ലാം അവിടെ പതുങ്ങിയിരുന്നു, അവരെ കാണാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ 1920 കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞു. ആ സമയത്ത് വീണ്ടും ഈ സ്റ്റഡി നടത്തിയപ്പോൾ കണ്ടത് എന്താണ്, ഈ വൈറ്റ് കളേർഡ് മോത്തിൻ്റെ എണ്ണം വളരെ കുറയുകയും ഡാർക്ക് കളറിൻ്റെ എണ്ണം കൂടുകയും ചെയ്തു. അതായത് ആദ്യത്തേൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലം. അതിനെന്താ കാരണം എന്നറിയോ, ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയപ്പോൾ നാച്ചുറലായിട്ട് ഫാക്ടറിയിൽ നിന്നുള്ള പൊല്യൂഷൻ വന്നില്ലേ. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞതോടുകൂടി അന്തരീക്ഷ മലിനീകരണം കൂടി. അതായത് ഫാക്ടറികളിൽ നിന്നുള്ള പുകയും എല്ലാം വന്നിട്ട് എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ വായു മലിനീകരണം ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്കറിയാം ഈ ലൈക്കൻസ് എന്ന് പറയുന്നത് പൊല്യൂഷൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് എവിടെ പൊല്യൂഷൻ ഉണ്ടായാലും ആ ലൈക്കൻസ് അവിടെ നിന്ന് ഡിസപ്പിയർ ആവും. അപ്പോൾ അങ്ങനെ എന്ത് പറ്റി, ഈ ട്രീ ട്രങ്കിൽ കവർ ചെയ്തിരുന്ന വൈറ്റ് കളർ ലൈക്കൻസ് എല്ലാം അപ്രത്യക്ഷമായി. അപ്പോൾ ഡാർക്ക് കളർ ട്രീ ട്രങ്ക് എല്ലാം വിസിബിളായി. അതോടൊപ്പം തന്നെ ഈ ട്രീ ട്രങ്കിലെല്ലാം, അതായത് മരത്തിൻ്റെ തടിയിലെല്ലാം ഈ ഫാക്ടറിയിൽ നിന്നുണ്ടായിരുന്ന കരിയും പുകയും സൂട്ടും എല്ലാം വന്ന് അടിയുന്നു. അങ്ങനെ അതെല്ലാം ഡാർക്ക് കളറായി. അപ്പോൾ ഇപ്പോൾ ആർക്കാ അഡ്വാൻറ്റേജ്, ആ ഡാർക്ക് കളർ സർഫസിലിരിക്കുന്ന ഡാർക്ക് മോത്തിനാണോ വൈറ്റ് മോത്തിനാണോ, ഡാർക്ക് അല്ലേ, മെലനൈസ്ഡ് മോത്തിന്. വൈറ്റ് മോത്തിനെ പെട്ടെന്ന് പ്രെഡേറ്റർക്ക് കണ്ട് എടുക്കാം. അങ്ങനെയാണ് വൈറ്റിൻ്റെ എണ്ണം കുറഞ്ഞ് ഡാർക്കിൻ്റെ എണ്ണം കൂടിയത്. അപ്പോൾ ഇവിടെ ആരാ ഡാർക്ക് മോത്തിനെ സെലക്ട് ചെയ്തത്, നേച്ചർ. അപ്പോൾ ഇത് നാച്ചുറൽ സെലക്ഷൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റ് എക്സാമ്പിൾസ് പറയാൻ കഴിയും. ഒന്ന് DDT. നമ്മൾ മോസ്കിറ്റോസിനെതിരായിട്ട് ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്താണ്, DDT ആണ്. അപ്പോൾ അന്ന് കുറച്ച് മോസ്കിറ്റോസ് ആദ്യം തന്നെ DDT റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. മറ്റ് DDT റെസിസ്റ്റൻ്റ് അല്ലാത്തതും അതും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ DDT അതിനെ കൊല്ലാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ DDT റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോസ്കിറ്റോസ് അല്ലെങ്കിൽ കൊതുകുകൾക്ക് അത് അഡ്വാൻറ്റേജ് ആയി. അപ്പോൾ അവരെ സെലക്ട് ചെയ്യാൻ തുടങ്ങി നേച്ചർ. അങ്ങനെ എല്ലാ മോസ്കിറ്റോസും ഇപ്പോൾ എന്താണ്, DDT റെസിസ്റ്റൻ്റ് ആണ്. ഇതേപോലെ മറ്റൊന്നാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. പല ബാക്ടീരിയൽ സ്ട്രെയിൻസും ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻ്റ് ആണ്. ഇതെല്ലാം സംഭവിച്ചത് എങ്ങനെയാണ്, ഹ്യൂമൻ ആക്ഷൻസ് കൊണ്ടാണ്, അതല്ലേ. അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്ന പേരാണ് ആന്ത്രപ്പോജനിക് ആക്ഷൻസ്. റൊമാൻറ്റിക് പീരീഡ് കഴിഞ്ഞു വന്നതാണ് അഗ്നോസ്റ്റിക് പീരീഡ്. ആ സമയമായപ്പോഴേക്കും എല്ലാവരും ഡാർവിൻ്റെ തിയറി ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഡാർവിൻ പറഞ്ഞത് ശരിയല്ല, അതിന് എതിരായിട്ടുള്ള തെളിവുകൾ നിരത്താൻ തുടങ്ങി. അതിലൊന്നാമത്തേതായിരുന്നു ഇൻഹെറിറ്റൻസ് ഓഫ് സ്മോൾ വേരിയേഷൻസ്. ഡാർവിൻ പറഞ്ഞത് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് തോന്നിയാൽ അത് നേച്ചർ സെലക്ട് ചെയ്ത് വരും. അപ്പോൾ അത് കൂടുതൽ പെർഫെക്റ്റ് ആവുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഈ വിങ് പോലുള്ള ചിറക് പോലുള്ള സ്ട്രക്ചേഴ്സ് അത് ഫുള്ളി ഡെവലപ്പ് ആയാൽ മാത്രമല്ല അതുകൊണ്ട് യൂസ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ സ്മോൾ വേരിയേഷൻ എന്നുള്ള തിയറി സർവൈവ് ചെയ്യുന്നത്, അല്ലേ. ഇനി രണ്ടാമത്തേത് വെസ്റ്റീജിയൽ ഓർഗൻസ്. നമുക്കറിയാം യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗൻസ് മാത്രമേ നേച്ചർ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷേ നമ്മളിപ്പോഴും വെസ്റ്റീജിയൽ ഓർഗൻസ് ഇല്ലേ, അതായത് വെസ്റ്റീജിയൽ ഓർഗൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല. പിന്നെയുള്ളത് ഓവർ സ്പെഷ്യലൈസേഷൻ. നമ്മുടെ ഡിയറിൻ്റെ കൊമ്പ് അല്ലെങ്കിൽ ആനയുടെ കൊമ്പ് അതൊക്കെ കൊണ്ട് അവർക്ക് ഒരു പ്രയോജനമില്ല. അത് കൂടുതൽ സ്പെഷ്യലൈസ് ആയിട്ട് വന്നു, നേച്ചർ ഫേവർ ചെയ്തു, പക്ഷേ അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ, ഉപയോഗമൊന്നും ഇല്ല. പിന്നെയുള്ളത് നോ എക്സ്പ്ലനേഷൻ ഫോർ വേരിയേഷൻ. ഡാർവിൻ പറഞ്ഞു നാച്ചുറൽ സെലക്ഷൻ്റെ ബേസ് എന്താണ്, വേരിയേഷൻ ആണെന്ന്. പക്ഷേ ഈ വേരിയേഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാൻ ഡാർവിനെ കൊണ്ടായില്ല. അപ്പോൾ ഈ എല്ലാ കാരണങ്ങൾ കൊണ്ട് ഡാർവിൻ്റെ തിയറിയെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അതിനെ തുടർന്നുണ്ടായതാണ് നിയോ ഡാർവിനിസം. അതായത് ഡാർവിൻ്റെ തിയറിയെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തു.
ഈ നിയോ ഡാർവിനിസം അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ തിയറി അനുസരിച്ച് നാച്ചുറൽ സെലക്ഷനോടൊപ്പം തന്നെ മ്യൂട്ടേഷനും എവല്യൂഷൻ ഉണ്ടാകുന്ന പ്രധാന ഒരു ഘടകം തന്നെയാണ്. മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു മാറ്റം ഉണ്ടാവുകയും അത് ഇൻഹെറിറ്റ് അല്ലെങ്കിൽ ജനറേഷൻ ടു ജനറേഷൻ ഇൻഹെറിറ്റ് ആവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഹ്യൂഗോ ഡി വ്രീസിന്റെ തിയറിയാണ്, നമ്മളിനി പഠിക്കും. അപ്പോൾ ഈ വേരിയേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡാർവിൻ തൻ്റെ ഒരു പുതിയ തിയറി 1868 പബ്ലിഷ് ചെയ്തു, തിയറി ഓഫ് പാൻജെനിസിസ്. അതായത് ഈ സൊമാറ്റിക് സെൽസ് കൂടുതൽ ജെമ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ജെമ്യൂൾസ് എല്ലാം കൂടി കളക്ട് ചെയ്തുണ്ടാകുന്നതാണ് ജേം സെൽസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി. പക്ഷേ ആ തിയറിയും നിലനിൽക്കുന്നതായിരുന്നില്ല, അത് ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകാം. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.